കൊച്ചിൻ ഹനീഫയുടെ ഒരു കഥാപാത്രമുണ്ട്. വളരെ ശക്തമായിട്ട് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കൊച്ചിൻ ഹനീഫയുടെ പല സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ പറയാത്ത, അതായത് തമിഴിൽ കൊച്ചിൻ ഹനീഫ ശക്തമായിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്തതിൽ ഒരു സിനിമയായിരുന്നു അറുന്തുമ, അല്ല ഈ പറഞ്ഞ പട്ടിയൽ എന്നുള്ള സിനിമ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പണ്ടെവിടെ വായിച്ചിട്ടുണ്ട്, കൊച്ചിൻ ഹനീഫേനെ എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തു എന്ന് കൊച്ചിൻ ഹനീഫ ആ സംവിധായകനോടെന്ന് ചോദിച്ചപ്പോൾ വിഷ്ണുവർദ്ധൻ പറഞ്ഞത്, മഹാനദി എന്ന് പറയുന്ന കമൽഹാസൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, അതിലും കൊച്ചിൻ ഹനീഫ ഒരു ശക്തമായിട്ടൊരു വില്ലൻ വേഷമാണ്. അതിൽ എനിക്കൊണ്ട് കൊച്ചിൻ ഹനീഫ കഥാപാത്രത്തിന് പറ്റും ധനുഷ് എന്ന് അതിനകത്ത് വരുന്നു. അപ്പോൾ ആ ധനുഷ് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ ഈ സിനിമയിലോട്ട് വിളിച്ചത്. അപ്പോൾ ഇതിലൊരു വില്ലൻ എന്ന് പറയുന്നത് ഭയങ്കര ലൗഡായിട്ടുള്ളൊരു വില്ലനൊന്നുമല്ല. ഈ എന്താ പറയുക, ഇതിൽ എന്താ പറയുക, നമുക്ക് ഭയങ്കര മനസ്സിൽ ഒരുപാട് ക്രൂരതയുണ്ട്, ഒട്ടും ദയയില്ലാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഇതിൽ കൊച്ചിൻ ഹനീഫ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം. ഇതിൽ ആ സിനിമ കാണാത്തവർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ കഥ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് സിനിമ കണ്ടിറങ്ങുമ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മൾ ഒരു ഞെട്ടലോട് കൂടിയാണ് ഈ സിനിമ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ടിറങ്ങുന്നത്. അപ്പോഴും ഇതിൽ എടുത്തു നിൽക്കുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നില്ല, നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് അതിലെ ക്രൂരത കൊണ്ടായിരിക്കാം, ചെയ്ത അഭിനയത്തിൻ്റെ ഒരു പവർ കൊണ്ടായിരിക്കും, കൊച്ചിൻ ഹനീഫയുടെ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ